അരിമങ്കടയാണ് ഒരു ചെറിയ പൈസൻ്റെ നല്ലൊരു സ്ഥലം വന്നിട്ടുണ്ട് കേട്ടോ. കാരണം റോഡ് കൃത്യമായി കാണിക്കുന്നത് എന്താ വെച്ചാൽ റോഡ് സൗകര്യം ഉണ്ടെന്നും കൂടി മനസ്സിലാവും. നമ്മൾ കാറൊക്കെ കാണണം. ഈ കാണുന്ന കോഴി ഫാം അടക്കം കോഴി ഫാമിൻ്റെ നേരെ ഓപ്പോസിറ്റ്. കാരണം ഇവിടെ ഫാം ഉണ്ട് എന്നുള്ളതും അത് ഫാം ആവശ്യങ്ങൾക്ക് കൂടി ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കോഴി ഫാം കൂടി നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തന്നത്. കാരണം റോഡ് സൗകര്യം ഇതാ അത്യാവശ്യം നല്ല റോഡ് സൗകര്യം ഉണ്ട്. സ്ഥലത്തിൻ്റെ രണ്ട് സൈഡിൽ കൂടി റോഡുണ്ട്. അപ്പോൾ ഇത് മൊത്തമായി എടുക്കാൻ പറ്റുന്നവർക്കും അല്ലാത്തവർക്കും പറ്റിയ ചെറിയ പൈസൻ്റെ അത്യാവശ്യം നല്ല സ്ഥലമാണ്. തെങ്ങ് കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. കാരണം വണ്ടി കൃത്യമായി ഇറങ്ങും. കാരണം എൻ്റെ കാറായിട്ട് ഞാൻ വന്നത് അതിനു കൂടി വേണ്ടിയാണ്. വണ്ടി വരുമോ ഇല്ലെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നല്ല നിരന്ന് പറഞ്ഞാൽ നിരന്ന പക്ക നിരന്നതല്ല, എന്നാൽ രണ്ട് സ്റ്റെപ്പായിട്ട് പിന്നെ അത്യാവശ്യം നല്ല സൗകര്യമുള്ള വെള്ളത്തിനോ കാര്യത്തിനോ ഒന്നും ബുദ്ധിമുട്ടില്ല. ഇതിൻ്റെ താഴ്ഭാഗത്ത് കൂടി ഒരു ചോല പോകുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിനകത്തൊരു കിണറുണ്ട്, അതും ഞാൻ കാണിച്ചു തരാം. തൊട്ടടുത്ത സ്ഥലങ്ങളൊക്കെ കണ്ടോ? തൊട്ടടുത്ത സ്ഥലങ്ങളൊക്കെ നല്ല മരങ്ങളും അതും ഇതൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് കണ്ടോ. പിന്നെ തൊട്ടടുത്ത് അപ്പുറത്തും പിന്നെ വീടുകളുണ്ട്. വീടുകൾ കുറച്ചാണ്ട് വിട്ടാണ്, പക്ഷേ ഫാമിനോ കാര്യങ്ങൾക്കോ ഒന്നും പ്രയാസങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ അടിഭാഗം നല്ല നിരന്നിട്ടുമാണ് കേട്ടോ. ഇതിൻ്റെ താഴ്ഭാഗം വരുന്നോടെ എന്താണ്ടോ തെങ്ങും കാര്യങ്ങളും. ഇപ്പോൾ ഒരു തെങ്ങുമെന്നാണ് വരുമാനം ആഗ്രഹിക്കുന്നത് വെച്ചാൽ അവർക്ക് അതിനും പറ്റും. പിന്നെ ഇവിടെ കുറച്ച് ഭാഗം കുറച്ച് സ്ഥലങ്ങൾ മാത്രം കുറച്ച് കല്ലുകളുണ്ട്. അതാ ഒരു തുടക്കത്തിൽ കുറച്ച് ഭാഗം മാത്രം. ബാക്കിയുള്ള സ്ഥലങ്ങൾ മൊത്തം അതിലേക്ക് ഇറങ്ങിപ്പോകുന്ന ഈ ഇറങ്ങിപ്പോകാനുള്ള ആ പ്ലോട്ടിലേക്ക് ഇറങ്ങിപ്പോകാനുള്ള. കാരണം തെങ്ങുമെന്ന് തേങ്ങ ഇടുമ്പോഴും കാര്യങ്ങളൊക്കെ പിന്നെ വണ്ടി വന്ന് ആ തേങ്ങ കയറ്റി കൊട്ട ജീപ്പൊക്കെ വന്ന്, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഈ ഗുഡ്സൊക്കെ ഉണ്ടല്ലോ, ഗുഡ്സൊക്കെ വന്ന് കയറ്റി പോകുന്ന സ്ഥലം കൂടിയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല സ്ഥലമാണ്, നിറഞ്ഞ സ്ഥലമാണ്, നല്ല മണ്ണാണ്. ഈ മണ്ണെന്നെ ഈ ഒരു വേനൽക്കാലത്ത് പോലും ചെറിയൊരു പുതലുള്ള ടൈപ്പ് സ്ഥലമാണ് കേട്ടോ. അങ്ങനെ തന്നെ പറയാം. നമ്മൾ ഒരു വെള്ളത്തിൻ്റെ ഒരു അംശം ചെറുതായിട്ട് ഇങ്ങനെ കലർപ്പുള്ള ഒരു മണ്ണ് കൂടിയാണ്. ചില ആളുകൾക്ക് പുതലെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ അവർക്ക് കൂടി പിന്നെ വാഴ കാര്യങ്ങൾ അങ്ങനത്തതൊക്കെ ഉണ്ട്. കാരണം വെച്ചാൽ വാഴയൊക്കെ പിടിച്ച് നിൽക്കണം എന്നുണ്ടെങ്കിൽ തന്നെ എനിക്കറിയില്ല, വെള്ളത്തിൻ്റെ ചെറിയൊരു അംശം വേണം. അപ്പോൾ ഈ കാണുന്ന നല്ല പിന്നെ തൊട്ടടുത്ത സ്ഥലത്ത് കുറച്ച് ഭാഗത്ത് കുരുമുളകും കാര്യങ്ങളാണ്. പിന്നെ ഈ വെട്ടൽ കൊണ്ട് വെച്ച് കണ്ടത് ആ കിണർ പടുക്കാൻ വേണ്ടിയാണ്ട് കൊടുന്ന് വെച്ച സ്ഥലമാണ്. അപ്പോൾ അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഈ പ്ലോട്ടിന് പാർട്ടി ചോദിക്കുന്നത് സെൻറ്റിന് വെറും 60,000 രൂപ മാത്രമാണ് കേട്ടോ. വെറും 60,000 രൂപ മാത്രം സെൻറ്റിന്. അതാണ്ടോ ഇത് കാണുന്നത് ആ ചോലയാണ് കേട്ടോ. ഈ സൈഡ് കൂടി ഇങ്ങനെ അടികൂടി ഇങ്ങനെ പോകുന്നത് സ്ഥലത്തിൻ്റെ അടികൂടി പോകണം. ടോട്ടൽ 74.5 സെൻറ്റ് സ്ഥലമാണ് കേട്ടോ. 74-75 സെൻറ്റിന് അടുത്തുണ്ട്. പിന്നെ തെങ്ങുമ്മ കണ്ടോ, തെങ്ങിൻ്റെ ഒരു നോട്ടക്കുറവിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് മാത്രമാണ്. ഒന്ന് നോക്കി ഉഷാറാക്കുകയാണെന്നുണ്ടെങ്കിൽ തെങ്ങും നല്ല അത്യാവശ്യം നല്ലോണം കായ്ക്കും. അപ്പോൾ എന്തുകൊണ്ടും ഈ വെട്ടലിലാണ് ഞാനീ പറഞ്ഞത്. വെട്ടൽ കിണർ പടുക്കാനും കാര്യങ്ങൾക്കും വേണ്ടി